പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെ ഉൾപ്പെടുത്താം എന്നാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, പേര് ഉൾപ്പെടുത്താൻ ലിങ്കിൽ പോയാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അതിൽ ജില്ലയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അത് ഏതാണെങ്കിൽ അത്, അതിന് ശേഷം അതിലെ വാർഡ്, നമ്മൾ ചേർത്തിൻ്റെ വാർഡ്, അതിനുശേഷം അവിടുത്തെ പോളിംഗ് സ്റ്റേഷൻ, ബൂത്ത്. ലോക്സഭാ ഇലക്ഷൻ്റെ ബൂത്ത് ആയിരിക്കില്ല ഇതിലെ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കി അത് ഏതാണ് എന്നുള്ളത് വോട്ടർ പട്ടിക നോക്കി മനസ്സിലാക്കിയ ശേഷം തിരഞ്ഞെടുക്കുക. അതിന് താഴത്ത് കേരളത്തിലെ മറ്റേതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന വ്യക്തിക്ക് വോട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്ഥലം മാറി വരുന്ന, വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന്, വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ നിന്ന് മാറി വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നോ കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിന് താഴെ ഈ പറയുന്ന വോട്ട് ചേർക്കുന്ന ആളുടെ ഏത് വോട്ടർ പട്ടികയിലേക്കാണ് വരുന്നത്, ആ വോട്ടർ പട്ടികയിലുള്ള ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയോ ക്രമനമ്പർ നമുക്കിതിൽ ചേർക്കണം. അത് വോട്ടർ പട്ടിക നോക്കിയിട്ട്, അതല്ലെങ്കിൽ ആ ബന്ധുവിൻ്റെ ID കാർഡ് ഈ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ ക്രമനമ്പർ കിട്ടും. ആ ക്രമനമ്പർ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴത്ത് ഇതിൻ്റെ അപേക്ഷകനായിട്ടുള്ള ബന്ധം, കുടുംബാംഗമാണോ അയൽവാസിയാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വോട്ടറുടെ പേര് നമ്മൾ ചേർത്തേണ്ട വോട്ടറുടെ പേര് അതിന് താഴത്ത് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കണം. കാരണം ഇതാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ പ്രിൻ്റായിട്ട് വരിക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തെറ്റ് മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമുദായകൻ്റെ പേര് അതിന് ശേഷം പ്രാദേശിക ഭാഷയിൽ ചോദിക്കാൻ നിർബന്ധമില്ല. പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് താഴെയുള്ള വീട്ടു നമ്പർ, ഏറ്റവും പുതിയ വീട്ടു നമ്പറാണ് കൊടുക്കേണ്ടത്. അത് നികുതി ഷീറ്റിലുണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ പഞ്ചായത്ത് പതിച്ച വീട്ടു നമ്പറിൻ്റെ ഒരു ബോർഡ് കാണാം, ആ ബോർഡിലുണ്ടാവും. വീട്ടു നമ്പർ എന്നുള്ളത് ചില വീട്ടു നമ്പറിൽ A അല്ലെങ്കിൽ B, C എന്നൊക്കെ ഉണ്ടാവും. ആ വീട്ടു നമ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴത്തുള്ള വീട്ടുപേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യുക. നമ്മുടെ വോട്ടറുടെ വീട്ടുപേരാണ് ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് പ്രൂഫിൽ എന്താണോ ഉള്ളത് അതേ രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ സ്ഥലം, ഈ വോട്ടറുടെ ചേർക്കുന്ന വ്യക്തിയുടെ സ്ഥലം ഇംഗ്ലീഷിലും മലയാളത്തിലും സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തിയുടെ പോസ്റ്റ് ഓഫീസ് ഏതാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് താഴെ പിൻകോഡ്, ഈ വ്യക്തിയുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. എത്ര നാളായി സ്ഥലത്ത് താമസിക്കൂ എന്നുള്ളത് നിർബന്ധമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമാണ്. 2002 ജനുവരി 1 എന്നതിൽ കാണിക്കാം. അതിനോ അല്ലെങ്കിൽ അതിന് മുമ്പ് ജനിച്ചവർക്കാണ് ഇപ്പോൾ വോട്ട് ചേർത്താൻ സാധിക്കുക. നമ്മൾ കൃത്യമായി ആ ഡേറ്റ് ഓഫ് ബർത്ത്, ആ വ്യക്തിയുടെ പ്രൂഫ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രായം, പിന്നെ ജനതീയത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രായം കൊടുക്കേണ്ട ആവശ്യമില്ല. രക്ഷാകർത്താവിൻ്റെ പേര് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിയുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രൂഫിലുള്ള ഒരാളുടെ പേരാണ് ചോദിക്കുന്നത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രക്ഷാകർത്തവുമായി ബന്ധം, ഞാൻ സൂചിപ്പിച്ച ആ രക്ഷാകർത്താവ് ഈ വ്യക്തിയുടെ ആരാണ്, അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ ഭർത്താവാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് കോഴിക്കോട് താലൂക്ക് നമ്മൾ ഏതാണ് എന്നുണ്ടെങ്കിൽ ആ താലൂക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ വോട്ടറുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. വോട്ടറുടെ നമ്പർ കൃത്യമായി ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോഡ് ചോദിക്കും. ആ കോഡ് കൃത്യമായി ക്യാപിറ്റലോ സ്മോളോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ പ്രിൻറ്റിൻ്റെ ഒരു പേജ് കാണിക്കും. ഇതിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ID കാണാം. G11075/20994 എന്നാണ് ഈ ഒരു വ്യക്തിയുടെ ആപ്ലിക്കേഷൻ ID. ഈ ID വെച്ചിട്ടാണ് അദ്ദേഹം വോട്ട് ചേർക്കാൻ പോകേണ്ടത്. അതിൻ്റെ ഈ വോട്ട് ചേർക്കേണ്ട പോകേണ്ട സമയം ഫെബ്രുവരി 1-ാം തീയതി 10:30 AM ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രിൻ്റ് ഹിയറിംഗ് നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ എവിടാണോ എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിക്കും. അതിന് മുമ്പായി നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. ആ സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ചൂസ് ഫയൽ തിരഞ്ഞെടുക്കുക.
ചൂസ് ഫയൽ എടുത്ത് നമ്മൾ ആദ്യം ഫോട്ടോ എടുത്ത് ആ വ്യക്തിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ക്രോപ്പ് ചെയ്ത ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ആവും. അത് റിഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. മൈനസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് റിഡ്യൂസ് ആവും. പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് എല്ലാ കൃത്യമായ സൈസിലേക്ക് അത് ആദ്യം മൈനസ് ചെയ്ത് അല്ലെങ്കിൽ പ്ലസ് അമർത്തി വീണ്ടും അമർത്തി റിഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ക്രോപ്പ് അമർത്തുക. ക്രോപ്പ് അമർത്തി കഴിഞ്ഞ ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വോട്ടറുടെ പേര് ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പം അതിന് ശേഷം ക്ലിക്ക് ടു പ്രിൻ്റ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പ്രിൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ പേര് തന്നെ നമുക്ക് അതിൽ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം അത് സേവ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഓൺലൈൻ കഫേയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ പ്രിൻ്ററിൽ നിന്നൊക്കെ നമുക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഈ സ്റ്റാറ്റസുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ നമ്പറും ഈ ഡേറ്റും ആയിട്ട് ഈ പറഞ്ഞ സമയത്ത് അവിടെ ആ പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചേർക്കാൻ പറ്റും. ഇതാണ് വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു.